ഹലോ, നമുക്കിന്നൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാവേ. അപ്പോൾ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ആണ് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റുകളിൽ വെച്ച് നോക്കുമ്പോൾ. കാരണം എന്താ വെച്ചാൽ ഇത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കിടുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് പറയാനുള്ള റീസൺ. ഇതിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് മാറാലോക്കോലുണ്ടല്ലോ, അതിൻ്റെ മേൽ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനത്തെ കുറച്ച് പീസസാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. മാറാലക്കോല് ഇവിടെ പൊട്ടിയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. നിങ്ങൾ മാറാലക്കോല് പോയി പൊട്ടിക്കേണ്ട, നിങ്ങളുടെ വീട്ടിൽ ഇതേ കളറിൽ എന്ത് ചെയ്യുക ഈറമ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്താൽ മതി. ഇതും അതും സെയിം ആണ്, അപ്പോൾ അതുകൊണ്ടാണ് അതെടുത്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബൊക്കെ ഉണ്ടാക്കുന്ന സ്പോഞ്ച് വേണം, ഗ്ലൂ ഗണ്ണ് വേണം, അതേപോലെ ഒരു ആണി, കത്രിക, പിന്നെ ഒരു സ്റ്റമ്പ്, ചുറ്റിക വേണം, പിന്നെ ഒരു പൗഡറിൻ്റെ ടിന്ന് വേണം. ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പൗഡറാണെങ്കിൽ നിങ്ങൾ നല്ല പൗഡറൊന്നും പോയി എടുക്കണ്ട, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്തോളൂ. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ആ കോല് ജസ്റ്റ് നമ്മുടെ കൈയിൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഒരു വലുപ്പത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആണി വെച്ചിട്ട് അതിൻ്റെ എല്ലാ സൈഡും ഹോളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഹോളിൽ ഗ്ലൂ ഗണ്ണ് വെച്ച് നമ്മുടെ മാറാലക്കോലിൻ്റെ ഈറമ്പത്തിൻ്റെ പോർഷൻ ഉണ്ടല്ലോ കട്ട് ചെയ്ത്, അത് നമ്മൾ മടക്കിയിട്ട് ആ ഹോളിലൊക്കെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തുതരാം. ആ ഹോളിൻ്റെ ഉള്ളിൽ ഇതേപോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ ഗ്ലൂ ഗണ്ണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടില്ല. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് കുറച്ച് ഭാഗം ഞാൻ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് പോർഷനിൽ ഒട്ടിച്ചേക്കുന്നത്. മേൽഭാഗം മാത്രമായിട്ടേ ഒട്ടിച്ചേക്കുന്നുള്ളൂ. ഞാൻ ഷേപ്പായിട്ട് ചെയ്യുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ക്രിസ്മസ് ട്രീ ഒരു ഷേപ്പിലല്ല വരുന്നത്, എല്ലാ സൈഡിലും പല പല ഒരു ഷേപ്പാണല്ലോ വരുന്നത്. കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല, ഇങ്ങനൊരു രീതിക്ക് തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈറമ്പം മടക്കിയിട്ട് അവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് എല്ലാ സൈഡിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പകുതി വരെ ഞാൻ സ്റ്റിക്ക് ആക്കിയിട്ടുള്ളൂ. ഇനി ബാക്കി പോർഷനിലും ഹോളിട്ട് ആ സൈഡിലൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ലുക്ക് കാണാവേ. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്കിൽ ഫുള്ളായിട്ട് ഒട്ടിച്ച് കംപ്ലീറ്റ് ആകുമ്പോൾ ആ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, ഇത് ഒന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് സ്പോഞ്ച് ഉണ്ടല്ലോ, ഈ സ്പോഞ്ച് നമുക്ക് പൊടിച്ചിട്ട് അത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ഗ്ലൂ അല്ലെങ്കിൽ ഫെവിയൂക്കോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണിനെക്കാട്ടി കുറച്ചും കൂടി നല്ല ഇങ്ങനത്തെ ഫെവിയൂക്കോ നോർമലായിട്ടുള്ള പശയൊക്കെ നമ്മൾ അതുമ്പോൾ തേച്ചിട്ട് ആക്കുന്നതാണ്. ഗ്ലൂ ഗണ്ണാകുമ്പോൾ അവിടെ അങ്ങനെ സ്റ്റിക്കായി പോകും, അപ്പോൾ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പശ നമ്മൾ വെള്ളത്തിലാക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ക്രിസ്മസ് ട്രീമിൽ നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. ആ തേച്ച് കൊടുത്ത പോർഷൻസിലൊക്കെ നമ്മൾ പൊടിച്ചെടുത്തേക്കുന്ന ആ സ്പോഞ്ച് വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ട്രീക്ക് കുറച്ചും കൂടെ ഭംഗി കൂടും. ഒരു ലൈറ്റ് പച്ചയും അതേപോലെ തന്നെ ഡാർക്ക് ഗ്രീനും കൂടി ആകുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കുറച്ചും കൂടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫോളോ ചെയ്താക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ള് പോർഷനിലും ഇതേപോലെ പശ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റിൽ പറയണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും ഇത് ക്രിസ്മസിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മാറാലക്കോൽ തന്നെ വേണമെന്നൊന്നുമില്ല, മാറാലക്കോലിൻ്റെ ആ സംഭവം തന്നെ വേണമെന്നില്ല നമുക്കിത് ഉണ്ടാക്കാൻ. ഈറമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് ക്ഷമയോടെ ചെയ്താൽ സംഭവം സെറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ എല്ലാ സൈഡിലും നമ്മുടെ പൊടിച്ചെടുത്തേക്കുന്ന സ്പോഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ വരുന്ന പോർഷൻസിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അപ്പം തന്നെ തട്ടി കളയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഓവറായിട്ട് അവിടെ വെച്ചിട്ട് കാര്യമില്ല, കാരണം പശ അതിന്മേൽ ഒട്ടി നിൽക്കില്ല ഒരുപാടാവുമ്പോൾ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് തട്ടിയിട്ട് കളയുന്നുണ്ട്. എന്നിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വീണ്ടും പശ തേച്ചിട്ട് ഇതേ സംഭവം തന്നെ ഫോളോ ചെയ്ത് സ്പോഞ്ച് വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ക്രിസ്മസ് സീരീസ് 6 വരെ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാരും അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ കയറിയിട്ട് അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് അതിൻ്റെ കമൻസിൽ നിങ്ങൾ പറയൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഭാഗങ്ങളിലും കൂടെ പശ തേച്ചിട്ട് അവിടെ സ്പോഞ്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ഉണ്ടാക്കിയ ക്രിസ്മസ് സീരീസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏത് ക്രാഫ്റ്റാണെന്നും കൂടി പറയണേ. അപ്പോഴല്ലേ നമുക്ക് അത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈമിൽ തന്നെ എത്തും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോരോ ക്രാഫ്റ്റ് ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ.
എങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. നിങ്ങളുടെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എന്തായി എന്നുള്ളത് നിങ്ങളെല്ലാവരും കമൻറ്റിൽ പറയുക. നിങ്ങൾ ഇതേമാതിരി ഓരോരോ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി നോക്കിയെന്നുള്ളതും കൂടി പറയണം കേട്ടോ. നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് കാർഡും കൂടി മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ക്യൂട്ടായിട്ടൊരു ഗ്രീറ്റിംഗ് കാർഡ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന സ്ലൈഡർ കാർഡാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് അതും കൂടി ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കമൻറ്റിൽ പറയണം കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഏതൊക്കെ ജില്ലക്കാരാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയൂ. നമുക്ക് ഏതൊക്കെ ജില്ലക്കാരാണ് വീഡിയോ കാണുന്നതെന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ. എത്ര പേരാണ് ഓരോരോ ജില്ലയിൽ നിന്നും കാണുന്നതെന്നുള്ളത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ജില്ലയും കൂടി ഇതിലൊന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോരോ പോർഷനിൽ ഇതേപോലെ തന്നെ പശാക്കി കൊടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾ അതേപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ക്ലേയിലാണ് ഉണ്ടാക്കാൻ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനത് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ലേയിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഭംഗി കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ പൗഡർ ഇടുന്നുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ ക്രിസ്മസ് ട്രീ കാണുമ്പോൾ എപ്പോഴും അതൊരു മഞ്ഞിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ട്രക്ചറിലല്ലേ നമ്മളെപ്പോഴും ക്രിസ്മസ് ട്രീ കണ്ടിട്ടുള്ളത്. അതായത് വീഡിയോസിലും ഫോട്ടോയിലൊക്കെ നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൗഡർ വേണമെന്ന് ആദ്യം ഫസ്റ്റിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറയാനുള്ള റീസൺ കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ എന്ത് ചെയ്തു, ഈറമ്പം വെച്ചിട്ട് നമ്മൾ ട്രീ ഉണ്ടാക്കി. അതിൻ്റെ ഭംഗി കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് സ്പോഞ്ച് ഇതിൻ്റെ മേലെ ഒരു ഡാർക്ക് ഗ്രീൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ ഇട്ട് കൊടുത്തത്. അത് കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് പൗഡർ ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിൽ ഈ പൗഡർ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഈർമ്പത്തിൽ ഏതൊക്കെ പോർഷനിലാണ് ആ ഡാർക്ക് വരാത്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ പശ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുടഞ്ഞെടുത്തിട്ട് ഞാൻ ആ നിലത്ത് കിടക്കുന്നതിന് കുറച്ച് പോർഷൻസ് എടുത്ത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ അതിന് കുറച്ചും കൂടെ ഭംഗി നമുക്ക് എടുത്തറിയാൻ വേണ്ടി പറ്റും. കാരണം ഓരോ സൈഡിൽ ഇല്ലാണ്ടിരിക്കുമ്പോൾ അതൊരു ഭംഗിയില്ലാത്ത മാതിരി തോന്നിയതുകൊണ്ടാണ് ഒന്നും കൂടെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറഞ്ഞാൽ മതി. കാരണം വീഡിയോ കണ്ടു ചേച്ചിക്ക് സങ്കടമാവും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പറയരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത് റെഡിയാക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി പറയുമെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലും അതൊക്കെ റെഡിയാക്കിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.